സുഷി. ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇടുക്കി ജില്ലയിലെ ഹിൽ സ്റ്റേഷനായ രാമക്കൽമേട്ടിലേക്കാണ്. തണുത്തുറഞ്ഞ പച്ചക്കുന്നുകളും വളരെ ശുദ്ധമായ വായു, വളരെയധികം കാറ്റും ലഭിക്കുന്ന ഒരു പ്രദേശമാണ് രാമക്കൽമേട് എന്ന ഹിൽ സ്റ്റേഷൻ. ധാരാളം സഞ്ചാരികൾ ദിനംപ്രതി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത്. കുമളിയിൽ നിന്ന് 40 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ രാമക്കൽമേടിൽ എത്താനായിട്ട് സാധിക്കും. അതുപോലെ കട്ടപ്പന വഴി എത്തുന്നവരെ തൂക്കുപാലം വഴി ഇവിടെ വന്നു ചേരാനായിട്ട് സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ സഞ്ചാരികളെ സ്വീകരിക്കാൻ വേണ്ടി ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഒക്കെ ഇതിൻ്റെ സമീപ പ്രദേശത്തുണ്ട്. അനവധി കാറ്റാടി യന്ത്രങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ കാറ്റ് കിട്ടുന്ന കാറ്റ് വീശുന്ന ഒരു പ്രദേശമാണ് രാമക്കൽമേട്. അതുകൊണ്ട് ഇവിടെ വൈദ്യുതി കാറ്റാടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഈ പടുകൂറ്റൻ കാറ്റാടി യന്ത്രങ്ങൾ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. വളരെ കാറ്റ് വീശുന്നതോടൊപ്പം തന്നെ ഈ യന്ത്രങ്ങളുടെ സൗണ്ടും നിങ്ങൾക്ക് ശ്രവിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് നോക്കിയാൽ മറുവശത്ത് താഴെയുള്ള ഭാഗം തമിഴ്നാടിൻ്റെ ഏരിയയാണ്. വളരെ മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്ക് നേരം ഇരട്ടുന്ന സമയമാകുമ്പോഴത്തേക്ക് സൂര്യനൊക്കെ അസ്തമിക്കുന്നത് കാണാനായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇടം കൂടിയാണ് ഇത്. ഇതിന് അടുത്തുള്ള സ്ഥലങ്ങളാണ് പുഷ്പഖണ്ഡം. പുഷ്പഖണ്ഡത്തിലും ധാരാളം കാറ്റാടി യന്ത്രങ്ങൾ ഉണ്ട്. ഇവിടെ തമിഴ്നാട്ടിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റാടി പാടങ്ങൾ ധാരാളം കാണാനായിട്ട് ഈ പ്രദേശത്ത് നിന്നും കാണാനായിട്ട് സാധിക്കും. സന്ധ്യയാകുമ്പോഴത്തേക്ക് ഇവിടെ മൂടൽമഞ്ഞും അതിൽ ഭയങ്കരമായിട്ടുള്ള കാറ്റുമാണ് ഇവിടെ ഉള്ളത്. ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. പിന്നെ വ്യൂ പോയിന്റ് തൊട്ടടുത്താണ് രാമക്കൽമേട് വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ കുറവനും കുറത്തിയിലെയും ഉയരം കൂടിയ പ്രതിമ ഉണ്ട്. ഹോൺബിൽ എന്ന് പറയുന്ന ടവറുണ്ട്, വാച്ച് ടവറുണ്ട്. ഇതൊക്കെ ഇവിടെ എത്തുന്നവർക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ രാമക്കൽമേടിൽ തന്നെ കട്ടനും കാറ്റും എന്ന പേരിൽ ഒരു ചെറിയ കട ഉണ്ട്. ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ വാങ്ങാനായിട്ടൊക്കെ ഇവിടുന്ന് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.